ആ സമയത്ത് ഹദ് കുഴിയിൽ കിടന്ന് കല്ലേറുകൊണ്ട് പിടഞ്ഞു മരിച്ചു എന്ന് എല്ലാവരും വിധി എഴുതിയ ആസൂറ ബീവി തിരിഞ്ഞു കിടന്നു. അവർക്ക് അങ്ങേ അറ്റത്തെ ദാഹമുണ്ട്, കുറച്ച് വെള്ളം വേണം, വെള്ളം വെള്ളം എന്ന് അവരുടെ ചുണ്ടുകൾ മന്ത്രിക്കുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് ആര് കേൾക്കാൻ? പിന്നീട് അത് നേർത്ത നിലവിളിയായി. പക്ഷേ എല്ലാവരും ഉറങ്ങിക്കിടക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ബീവിയുടെ ഈ കരച്ചിൽ അതിവിദൂരതയിൽ നിന്ന് വരുന്ന ഒരു കുതിരക്കാരൻ കേട്ടു. ധനികനായ ഒരു പ്രഭു തൻ്റെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് ശേഷം ദൂരെ ഏതോ ദിക്കിൽ നിന്ന് വളരെ വേഗത്തിൽ തൻ്റെ വീട്ടിലെത്തിച്ചേരണമെന്ന് കരുതി അതിവേഗതയിൽ കുതിരയെ ഓടിച്ചു പോകുകയായിരുന്നു. ആ സമയത്താണ് ആസൂറ ബീവിയുടെ കരച്ചിൽ കേൾക്കുന്നത്. കുതിരക്കാരൻ ചിന്തിച്ചു, ഒരു പെണ്ണിൻ്റേതെന്ന് തോന്നുന്ന കരച്ചിൽ. ഈ അർദ്ധരാത്രി ഈ വിജനപാതയിൽ ആരായിരിക്കും ഈ കരയുന്നത്?